അന്ന് ഫുട്ബോൾ പരിശീലനത്തിന് ഇറങ്ങിയതാണ് തായ്ലൻഡിലെ 12 കുട്ടികളും അവരുടെ പരിശീലകനും. അവർ രാവിലെ തന്നെ സ്ഥിരമായി ചെയ്യുന്ന എല്ലാ പരിശീലനത്തിനും ശേഷം ഒരു യാത്ര പോകാൻ തീരുമാനിച്ചു. അത് തായ്ലൻഡിലെ ഏറ്റവും ദൈർഘ്യമേറിയ തോം ലുവാങ് എന്ന ഒരു ഗുഹയിലേക്കായിരുന്നു. ആ ഗുഹയിലേക്ക് അവർ കയറി അല്പദൂരം ചെന്നപ്പോൾ തന്നെ കാലാവസ്ഥ അവർ പ്രതീക്ഷിച്ചതിലും രൂക്ഷമാകാൻ തുടങ്ങി. കാറ്റും മഴയുമായി വളരെ സംഘർഷമേറിയ കാലാവസ്ഥ. വെള്ളം കിലോമീറ്ററുകൾ കണക്കിന് ഇറങ്ങിച്ചെല്ലുകയും ആകെ സങ്കീർണമാവുകയും ചെയ്തു. മാധ്യമങ്ങളിൽ മൊത്തം ഇവരുടെ വാർത്തകൾ നിറഞ്ഞു നിന്നു. 11നും 16 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾ, ഒപ്പം അവരുടെ പരിശീലകരും. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമോ, എപ്പോഴെങ്കിലും അതിന് ഒരു സാധ്യതയുണ്ടോ എന്ന് പോലും അവർക്കറിയില്ല. 9 ദിവസത്തോളം കഴിക്കാനുള്ള ഭക്ഷണം മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. ഇനി ദിവസങ്ങൾ എത്ര വേണമെന്നും അവർക്കറിയില്ല. പക്ഷേ അവരാരും തന്നെ പ്രതീക്ഷ കൈവിട്ടില്ല. ധൈര്യം ഒട്ടും ചോരാതെ അവരുടെ പരിശീലകൻ്റെ വാക്കിൽ ശ്രദ്ധിച്ച് ധ്യാനത്തിലും മറ്റ് അവരുടേതായ എക്സസൈസുകളിലും മുഴുകി അവർ സമയം നീക്കി. പുറത്ത് പോലീസും പട്ടാളവും അവരെ രക്ഷിക്കാനുള്ള എല്ലാ തത്രപ്പാടിലുമായിരുന്നു. അവർ ഒരിടയ്ക്ക് ഗുഹയിൽ കുഴികൾ സൃഷ്ടിച്ച് പുറത്തേക്ക് കടക്കാനായി ശ്രമിച്ചു. പക്ഷേ അത് വിഫലമായി. ഒടുവിൽ 17 ദിവസത്തിന് ശേഷം 2018 ജൂൺ മാസത്തിൽ അവരെ നമ്മുടെ പട്ടാളവും പോലീസും എല്ലാം കൂടി പുറത്തേക്കെടുക്കുകയുണ്ടായി. അവരിൽ ഒരു കുട്ടിക്ക് പോലും യാതൊരുവിധ പ്രയാസങ്ങളും മാനസികമായി നേരിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ സംഭവവുമായി നമ്മുടെ ബഹിരാകാശത്ത് കുടുങ്ങിപ്പോയ സുനിത വില്യംസിൻ്റെ ആ ഒരു സംഭവം നമുക്ക് കൂട്ടി വായിക്കാം. ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പ്രശ്നങ്ങൾ വളരെ വലുതായിരിക്കാം, സങ്കീർണമായേക്കാം. അതിൽ നിന്നും പുറത്ത് എങ്ങനെ കടക്കും എന്നാലോചിച്ച് വിഷമിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ മുൻപ് എപ്പോഴെങ്കിലും പറ്റിയ എന്തെങ്കിലും തെറ്റുകളെ ഓർത്തുള്ള പശ്ചാത്താപമായിരിക്കാം. എന്തുമാകട്ടെ, പ്രശ്നവും പ്രയാസങ്ങളും ഒക്കെ സാധാരണമാണ്. ഇത് എക്കാലത്തേക്കുമുള്ളതല്ല. കാറ്റ് ഗതിമാറി വീശുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് അനുകൂലമായും കാര്യങ്ങൾ വന്നു തന്നെ ചേരും. പ്രതീക്ഷ കൈവിടാതെ ആത്മധൈര്യത്തോടെ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ സത്യസന്ധമായും സ്നേഹത്തോടെയും നന്മയോടും കൂടെ സ്ഥിരോത്സാഹത്തോടെ നിങ്ങളുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. എല്ലാം ശുഭമായി മാറും. താങ്ക് യു.